ഇസ്രായേൽ ഇറാൻ സംഘർഷ സമയത്ത് ഗത്യന്തരമില്ലാതെയാണ് ഇസ്രായേൽ യുഎസിന്റെ സഹായം തേടിയത്. നമ്മുടെ മിസൈലുകളെ ചെറുക്കാൻ തക്ക ശക്തരായിരുന്നില്ല ഇസ്രായേലികൾ. അവരുടെ മുൻപിൽ മറ്റൊരു പോംവഴിയും ഇല്ലാതെ അവസാനം ഡാഡി എന്ന് അലറി വിളിച്ചുകൊണ്ട് ട്രംപിന്റെ അടുത്തേക്ക് ഓടാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഇറാൻ ജനത വലിയ പങ്കാണ് വഹിച്ചത്. അതിനെയും ഞാൻ ഇവിടെ ഈ ഒരു അവസരത്തിൽ പ്രശംസിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ വാക്കുകളാണിത്. ഇവിടെ ട്രംപിനെയാണ് വിദേശകാര്യമന്ത്രി ഉന്നം വെക്കുന്നത്. എവിടെയും ആളാകാൻ വേണ്ടി റോള് കളിക്കുന്ന ആളാണ് ട്രംപ് എന്നും ഇന്ത്യ പാക് സംഘർഷ സമയത്ത് പോലും വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കടിപിടി കൂടിയ മനുഷ്യനാണ്. ആയതിനാൽ തന്നെ ഇസ്രായേലിനെ രക്ഷിക്കാൻ കിട്ടിയ അവസരം ട്രംപ് മുതലെടുക്കുകയാണ് ചെയ്തതെന്നും സംശയമില്ല എന്നും ഇദ്ദേഹം പറയുന്നു. ട്രംപിന് മാത്രമേ ഇനി ഇസ്രായേലിനെ ഇറാന്റെ പക്കൽ നിന്നും രക്ഷിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയാണ് ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് എത്തിയത്. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയും പോലെയായി കാര്യങ്ങൾ. പിന്നീട് എന്താണെന്നല്ലേ, ഇസ്രായേലിന് കെണിവെച്ച് തക്കം പാർത്തിരുന്ന ഇറാൻ ആകട്ടെ സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീഴുകയാണ് പിന്നീടുണ്ടായത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ വീണതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇറാന്റെ ആക്രമണം കൂട്ടത്തോടെ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സഹായം ഇസ്രായേൽ തേടിയതെന്നും പരിഹസിച്ചുകൊണ്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്ത് വന്നത്. ട്രംപിനെ പരിഹാസ രൂപേണ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് അബ്ബാസ് ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കുമെന്നും അതിന് മടിക്കില്ല എന്നും പറയുന്നു. സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് ഇത്തരം ഒരു ഭീഷണി മുഴക്കുന്നത്. ഇറാന്റെ മിസൈലുകൾ കൊണ്ട് നാട് നാമാവശേഷമാകും എന്നുകൊണ്ടാണോ മറ്റു വഴികളില്ലാത്ത ഇസ്രായേൽ അവരുടെ ഡാഡിയുടെ അടുത്തേക്ക് ഓടുന്നത് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു തന്നത്? ഭീഷണിയും അപമാനപ്പെടുത്തലും ഇറാനിലെ ശ്രേഷ്ഠരായ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല എന്നും ഞങ്ങൾ ബലഹീനരാണ് എന്ന് തെറ്റിദ്ധാരണ പുലർത്തി ഇനിയും തെറ്റുകൾ ചെയ്യാൻ മുതിർന്നാൽ ഇറാന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഇറാന്റെ ശക്തിയെക്കുറിച്ചുള്ള എല്ലാവരുടെയും സംശയം ഞങ്ങൾ തീർത്തു തരുമെന്നാണ് അബ്ബാസ് അരാക്ചി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ ഭീഷണി രൂപേണ മുഴക്കുന്നത്. ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും നിർത്തണമെന്നും ട്രംപിനോട് അബ്ബാസ് അരാക്ചി ആവശ്യപ്പെടുകയാണ്. ക്ഷമയാണ് ഇറാനിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഞങ്ങളുടെ രാജ്യത്തിന്റെ മൂല്യത്തെ പറ്റിയും സ്വാതന്ത്ര്യത്തിന്റെ വിലയെപ്പറ്റിയും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഞങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ ഞങ്ങൾ മറ്റാരുടെയും അനുവാദം കാത്തു നിൽക്കില്ല. ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പരമോന്നത നേതാവ് ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ അയത്തുള്ള അലി ഖൊമേനിക്ക് ബഹുമാനം നൽകിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവേണ്ടതുണ്ട്. അയത്തുള്ള അലി ഖൊമേനിയെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് വരുന്ന അനുയായികളെ ട്രംപ് വേദനിപ്പിക്കുകയാണ് എന്നും അത് നിർത്തണമെന്നും അബ്ബാസ് ആവശ്യപ്പെടുന്നുണ്ട്. നല്ല മനസ്സിന് പ്രതിഫലമായി നല്ല മനസ്സ് തന്നെ ലഭിക്കുമെന്നും ബഹുമാനം നൽകിയാൽ തിരിച്ചും ബഹുമാനം ലഭിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.